നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മലയാളി മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നത് നടനും അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് തേടുന്ന പ്രതിയും കൂടിയായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയുടെ മതിലുചാട്ടവും 3-ാം നിലയിൽ നിന്നും ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അപരിചിതനായ ആരുടെയോ ഒപ്പം ബൈക്കിൽ രക്ഷപ്പെട്ടു പോയ ഒരു വാർത്തയുമാണ്. എന്നാൽ ഇതിനു മുൻപ് ഷൈൻ ടോം ചാക്കോ പല സെറ്റുകളും നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ, പല സെറ്റിലും കണ്ട ചില സംഭവങ്ങൾ, അതൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ സെറ്റിലെ ഒരു നടനിൽ നിന്നും മോശം അനുഭവം നേരിട്ടുവെന്ന് താരസംഘടനയ്ക്കും അതുപോലെ തന്നെ ഫിലിം ചേംബറിനും നടി വിൻസി അലോഷ്യസ് പരാതി കൊടുത്തതാണ് ഇതിനൊക്കെ തന്നെ തുടക്കം. ഇതിന് പിറകെയാണ് നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി പരിശോധനയ്ക്കിടയിൽ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും എടുത്തു ചാടി ഓടി രക്ഷപ്പെട്ടത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഭയക്കാനായി ഒന്നും തന്നെ ഇല്ലെങ്കിൽ എന്തിനോടി രക്ഷപ്പെടുന്നു എന്നുള്ള ചോദ്യം ഇതിന് പിന്നാലെ പലരും ഉന്നയിച്ചെങ്കിൽ പോലും നടന്റെ കുടുംബമടക്കം ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയും നാം കാണേണ്ടി വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നടി വിൻസി അലോഷ്യസ് സിനിമാ സംഘടനകൾക്ക് നൽകിയ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സിനിമാ സെറ്റിൽ വെച്ച് ഷൈൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നാണ് ഫിലിം ചേംബറിനും ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്കും പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഷൂട്ടിങ്ങിനിടയിൽ വസ്ത്രം ശരിയാക്കാൻ അടുത്ത മുറിയിലേക്ക് പോയപ്പോൾ ഷൈൻ പിറകെ എത്തി. പരിസരബോധം പോലും ഇല്ലാതെ ഞാൻ വസ്ത്രം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ സിനിമാ സെറ്റ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തൻ്റെ വീടിൻ്റെ അടുത്ത് പൊന്നാനിയിലായിരുന്നു ഈ ലൊക്കേഷൻ. വളരെ കുറച്ച് ദിവസം മാത്രമേ ഷൂട്ടുണ്ടായിരുന്നുള്ളൂ. സിനിമയിലെ സഹപ്രവർത്തകർക്കടക്കം ഷൈനിൽ നിന്നും സമാനമായി പലതരത്തിലുള്ള മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. വളരെ നന്നായാണ് സിനിമയിലെ മറ്റുള്ളവരൊക്കെ തന്നോട് പെരുമാറിയത്. പക്ഷേ ഷൈൻ അങ്ങനെ ആയിരുന്നില്ല. ലൈംഗിക ചുവയോടെ അപമര്യാദയായിട്ടാണ് തുടക്കം മുതൽ ഒടുക്കം വരെ പെരുമാറിയത്. ഷൈൻ ലഹരി ഉപയോഗിക്കുന്നത് സെറ്റിൽ എല്ലാവരും കണ്ടതാണ്. നടൻ്റെ ലഹരി ഉപയോഗം കാരണം സിനിമ തന്നെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. ക്ലോസ് ഷോട്ട് അടക്കം എടുക്കുമ്പോൾ കൃഷ്ണമണിയിൽ വ്യത്യാസം കാണുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ മോണിറ്ററിൽ ലഹരി ഉപയോഗത്തിൻ്റെ കൃത്യമായ സൂചനകൾ കൊടുത്തു. ഡയലോഗ് പറയുമ്പോൾ വായിൽ നിന്നും വെള്ളവും വെളുത്ത പൊടിക്കട്ടകളും ഒക്കെ തന്നെ തെറിച്ചു പുറത്തേക്ക് വീഴുന്നു. പല സമയത്തും പല തരത്തിലുള്ള പെരുമാറ്റം, ഒന്നു തന്നെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു രീതി. ഒരു സമയത്ത് പോലും അടങ്ങി നിൽക്കാൻ നടന് കഴിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സിനിമാ വ്യവസായം തകരരുത്, ഒരു സിനിമ മുടങ്ങരുത്. ഡി അഡിക്ഷൻ സെൻ്ററിൽ ചികിത്സ തേടി നടൻ സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്നാണ് നടി പറയുന്നത്. സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് മോശം അനുഭവം നേരിടേണ്ടി വന്നുവെന്നാണ് വിൻസി ഫിലിം ചേംബറിന് പരാതിയായി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഫിലിം ചേംബറിന് രഹസ്യമായി കൊടുത്ത തൻ്റെ പരാതി പുറത്തു വന്നതിന് പിന്നാലെ ആരെ വിശ്വസിക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും വിൻസി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റിക്കും പരാതി കൊടുത്തു. നടിയുടെ വെളിപ്പെടുത്തലിന് പിറകെ തന്നെ ഷൈൻ താമസിക്കുന്ന ഹോട്ടലിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയതിന് പിന്നാലെ ഇതറിഞ്ഞ് നടൻ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ CCTV ദൃശ്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നടനെ ഒപ്പമുണ്ടായിരുന്നവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്ന വാർത്ത ലഭിക്കുന്നു. എന്നിരുന്നാലും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ളവരെ പാലക്കാട് സ്വദേശികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവരെ പോലീസ് സംഘം ചോദ്യം ചെയ്തു. ലഹരി പരിശോധനയ്ക്ക് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയപ്പോഴാണ് ഡൻസഫ് സംഘത്തിന്റെ കയ്യിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടത്. സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റും ക്ലൈമാക്സും ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഹോട്ടലിന്റെ റിസപ്ഷനിലെത്തിയ പോലീസ് സംഘം ഇയാളുടെ മുറി ഏതാണെന്ന് ആദ്യം അന്വേഷിച്ചു. 314 നമ്പർ മുറിയാണെന്ന് മനസ്സിലാക്കി ആ മുറിയിലേക്ക് എത്തിയപ്പോൾ ഷൈൻ മുറിയുടെ ജനാല വഴി 2-ാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടി രക്ഷപ്പെടാൻ നീക്കം നടത്തി. ചാട്ടത്തിൻ്റെ പിന്നാലെ തന്നെ അതിൻ്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി അവിടെ നിന്നും സ്വിമ്മിംഗ് പൂളിലേക്ക് വീണു. പടിക്കെട്ടുകളിലൂടെ ഓടിയാണ് റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് എത്തിയത്. അവിടെ നിന്നും ഹോട്ടലിന് പുറത്ത് കിടന്ന ഷൈൻ അതുവഴി വന്ന ഏതോ ഒരു ഇരുചക്ര വാഹനത്തിൽ കൈ കാണിച്ച് അതിൽ കയറി രക്ഷപ്പെട്ടു. അത്രയധികം സാഹസപ്പെട്ട് എന്തുകൊണ്ട് ഷൈൻ ഓടി രക്ഷപ്പെട്ടു? എന്തെങ്കിലും ഒളിക്കാൻ ഉണ്ടായിരുന്നു? ഷൈൻ്റെ കൈവശം ഉണ്ടായിരുന്നത് മാരക ലഹരി മരുന്നായിരുന്നു. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ പോലീസിനും ഉണ്ട്. ഷൈനൊപ്പം തന്നെ മുറിയിലുണ്ടായിരുന്ന ആളുകളെ പരിശോധിച്ചു. അവരിൽ നിന്നും തന്നെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഷൈൻ്റെ കൈവശം എന്തോ ഉണ്ടായിരുന്നു എന്നുള്ള സംശയം ഇതോടൊപ്പം തന്നെ പോലീസ് പങ്കുവയ്ക്കുന്നു. പോലീസ് എത്തിയ വിവരം ഷൈൻ എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? മുറിയിലുണ്ടായിരുന്ന ഷൈൻ റിസപ്ഷനിൽ നിന്നും മറ്റും വിവരം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെയും പിടികൂടാനായി കഴിഞ്ഞിട്ടില്ല. ഡൻസാഫിൻ്റെ ലഹരി പരിശോധനയ്ക്കിടയിൽ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്നതിന് മുൻപുണ്ടായിരുന്ന തൻ്റെ ഒപ്പമുണ്ടായിരുന്നവർ പാലക്കാട് സ്വദേശിനികളാണെന്ന് ഹോട്ടൽ അധികൃതർ തന്നെ പറയുന്നു. ഹോട്ടലിലെത്തിയ ശേഷം 2 സ്ത്രീകളെയാണ് ഷൈൻ കണ്ടത്. ഒരു സ്ത്രീ മുറിയിലെത്തി. അവർക്ക് പിന്നീട് മറ്റൊരു റൂം എടുത്തു. ബാറിൽ വെച്ച് ഷൈൻ മറ്റൊരു സ്ത്രീയെ കണ്ടു. ഇവരെ ഊബർ വിളിച്ച് ഷൈൻ പറഞ്ഞു വിട്ടു. ഇന്നലെ വൈകുന്നേരമാണ് പാലക്കാട് സ്വദേശികൾ മുറിയിലെത്തിയത്. ഡൻസാഫ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ മുർഷിദ് എന്നയാളാണ് മുറിയിലുണ്ടായിരുന്നത്.
കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് ഇയാൾ പറഞ്ഞത്. അനന്തകൃഷ്ണൻ എന്നുപേരുള്ള മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. ഡൻസാഫ് വരുമ്പോൾ ഇയാൾ മുറിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇയാളെയും ചോദ്യം ചെയ്തുവെന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത്. വിൻസിയുടെ പരാതി എന്തായിരുന്നാലും അടിയന്തരമായി ചർച്ച ചെയ്ത് ശക്തമായ രീതിയിലുള്ള നടപടി എടുക്കുമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള സജി നന്ദിയാട്ട് പറയുകയും ചെയ്തു. സിനിമാ ലൊക്കേഷനുകളിൽ ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല. പോലീസ് കർശനമായ പരിശോധന നടത്തണമെന്നും ഊർജിതമായി തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ചർച്ചയായി മാറിയിരിക്കുന്നത് ഷൈൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കൂടിയാണ്. ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ഒരു ഇൻസ്റ്റാ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്നും സിനിമാ സെറ്റിൽ വെച്ച് നടനിൽ നിന്നും മോശം അനുഭവം നേരിട്ടെന്നും ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയിലൂടെ വിൻസി തുറന്നു പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമം പങ്കുവച്ച വാർത്തയാണ് ഷൈൻ സ്റ്റോറിയാക്കിയത്. ഇത് പോസ്റ്റ് ചെയ്തത് രാത്രി 10 മണിക്കാണ്. രാത്രി 10:58 ഷൈൻ ഇറങ്ങി ഓടിയത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ വിൻസി നടൻ്റെ പേരും സിനിമയുടെ പേരും ഒന്നും തന്നെ തുറന്നു പറഞ്ഞിരുന്നില്ല. എന്നാൽ വിൻസി കൊടുത്ത പരാതി പുറത്തു വന്നപ്പോഴാണ് ഈ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്നുള്ള കാര്യം പുനർലോകമറിഞ്ഞത്. നടൻ്റെയും സിനിമയുടെയും പേര് പുറത്തു വന്നത് താൻ പരാതിയിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന കാര്യം തനിക്ക് അറിയില്ല എന്നതടക്കം വിൻസി ഇപ്പോൾ പറയുന്നുണ്ട്. വിൻസിയുടെ പരാതി പരിശോധിക്കാൻ താരസംഘടനയായ അമ്മ 3 അംഗ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. അൻസിബ, സരയു, വിനു മോഹൻ എന്നിവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. ഷൈനിൽ നിന്നും സമിതി വിശദീകരണം തേടി മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും കരുതുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ തൻ്റെ മകൻ പേടിച്ചാണ് ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയതെന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ അമ്മ മരിയ കാർമൽ പറയുന്നത്. മകൻ എവിടെയാണെന്ന് തങ്ങൾക്കറിയത്തില്ല. ഷൈനെ എല്ലാവരും ചേർന്ന് വേട്ടയാടുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇത് തുടരുന്നുവെന്നാണ് അമ്മയുടെ വാക്കുകൾ. ഈ സംഭവവികാസങ്ങളൊക്കെ തന്നെ ഉണ്ടായതിന് പിന്നാലെയാണ് നടൻ്റെ അമ്മയുടെ പ്രതികരണം പുറത്തു വന്നത്. പരിശോധിക്കാനായിരുന്നില്ലേ അവർ വന്നത്? പരിശോധിച്ചിട്ട് അവർക്ക് റൂമിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോ എന്നും അമ്മ ചോദിക്കുന്നു. അവൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പോലീസിൻ്റെ ഡ്രസ്സിലല്ല അവർ വന്നത്. വലിയൊരു മനുഷ്യനാണ് എത്തിയത്. റൂം സർവീസിന് വന്നതാണോ എന്ന് അവൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പോലീസാണോ എന്ന് ചോദിച്ചു. അല്ലെന്ന് അവർ പറഞ്ഞു. ഉറക്കത്തിനിടയിലല്ലേ അവർ പെട്ടെന്ന് കാണുന്നത്. ഉപദ്രവിക്കുമെന്ന് പേടിച്ച് ഒരുപക്ഷെ അവ ഇറങ്ങി ഓടിക്കാണും. അവനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അവന് ഭയങ്കര പേടിയാണ്. അവൻ എവിടെയാണെന്നുള്ളത് തങ്ങൾക്കറിയത്തില്ല. ഡൻസാഫ് ആണെങ്കിലും പോലീസാണെങ്കിലും റെയ്ഡ് നടത്തി കാണുമല്ലോ. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ അമ്മ ചോദിക്കുന്നത്. എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതാദ്യമായിട്ടല്ല ഷൈൻ ടോം ചാക്കോ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറയുന്നത്. കൊച്ചിയിലെ കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലായിരുന്നു ഇതിനു മുൻപ് കൊക്കൈനുമായി ഷൈൻ ടോം ചാക്കോയും മോഡലുകളും പിടിയിലായത്. 2015 ജനുവരി 30 ഈ സംഭവം. അന്ന് ഇതിഹാസ എന്ന ചിത്രം ഹിറ്റാവുകയും അതിലെ നായകനായി തിളങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ചലച്ചിത്ര മേഖലയെ മുഴുവൻ ഞെട്ടിച്ചായിരുന്നു അന്ന് ഷൈൻ ടോം ചാക്കോയെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടിയത്. 10 വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ ഷൈൻ അടക്കമുള്ള പ്രതികളെ എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിട്ടു. 8 പ്രതികൾ കേസിലുണ്ടായിരുന്നു. ഒരാളൊഴികെ എല്ലാവരും വിചാരണ നേരിട്ടു. അറസ്റ്റിലാകുമ്പോൾ ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നും ഫ്ളാറ്റിൽ നിന്നും കൊക്കൈൻ കണ്ടെടുത്തുവെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞു. എന്നാൽ കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ രക്തസാമ്പിൾ പരിശോധിച്ചപ്പോൾ കൊക്കൈൻ്റെ സാന്നിധ്യം ഇല്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കൊക്കൈൻ കേസായിരുന്നു അന്നത്തേത്. 7 ഗ്രാമായിരുന്നു അന്ന് പിടികൂടിയത്. 2018 ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ കേസിന്റെ വിചാരണ തുടങ്ങിയത്. ഇതിനിടയിൽ തുടരന്വേഷണം നടന്നു. പോലീസ് റെയ്ഡിന് മണിക്കൂറുകൾക്ക് മുൻപ് 1-ാം പ്രതിയായ രേഷ്മ രംഗസ്വാമി, ബ്ലസ്സി സിൽവസ്റ്റർ എന്നിവർ ഫോണിൽ പകർത്തിയ കൊക്കൈൻ്റെ ചിത്രം തുടരന്വേഷണത്തിൽ പോലീസിന് കിട്ടി. അവരുടെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലവും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. ഇത്തരം കേസുകളിൽ സാധാരണയായി ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാറില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയാറുള്ളത്. തെളിവില്ലെന്ന് പറഞ്ഞാണ് വർഷങ്ങൾക്കിപ്പുറം ഈ കേസ് തള്ളിപ്പോയത്. കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനവും കേൾക്കേണ്ടി വന്നു. ഇതിൽ പോലീസിന് സംഭവിച്ച വീഴ്ച സംബന്ധിച്ച് 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കോടതി എടുത്തു പറഞ്ഞിരുന്നു. മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടും പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ സൂചിപ്പിച്ചില്ല. 5 പ്രതികളും കൊക്കൈൻ കഴിച്ചിരുന്നോ എന്ന് പരിശോധിച്ചില്ല. ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലായിരുന്നു ദേഹപരിശോധന. ഷൈനൊപ്പം അറസ്റ്റിലായ മോഡലുകളെ വനിതാ ഓഫീസർ അല്ല പരിശോധിച്ചത്. പോലീസിന്റെ മൊഴികളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യം, അങ്ങനെ നിരവധി വീഴ്ചകളാണ് അതിൽ എടുത്തു പറഞ്ഞത്. ഫെബ്രുവരിയിൽ ഇവരെ വെറുതെ വിട്ടെങ്കിലും ഉത്തരവ് കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത്. ഈ അടുത്തായി ആലപ്പുഴയിൽ വെച്ച് ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി പിടിയിലായ യുവതിയും സിനിമാ മേഖലയിലെ പല പ്രമുഖരുടെയും പേര് തുറന്നു പറഞ്ഞിരുന്നു. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി മരുന്ന് നൽകാറുണ്ടെന്നായിരുന്നു കണ്ണൂർ സ്വദേശിനി കൂടിയായിട്ടുള്ള തസ്ലീമ സുൽത്താൻ മൊഴി കൊടുത്തത്. വാട്സപ്പിലൂടെയും മറ്റും സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കും ഇവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചാറ്റ് ചെയ്തിട്ടുണ്ടെന്നും പിന്നീട് കണ്ടെത്തിയിരുന്നു. ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തും ഷൈൻ ടോം ചാക്കോ വളരെ വലിയ വിവാദത്തിൽ അകപ്പെട്ടിരുന്നു.
ലഹരി ഉപയോഗിക്കുന്ന കഥാപാത്രത്തെ അതിൻ്റെ പരിപൂർണതയിൽ അവതരിപ്പിക്കണമെങ്കിൽ ലഹരി ഉപയോഗിക്കണമെന്നായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതിനു പുറമെ തന്നെ തിയേറ്ററിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയും വിമാനത്തിൻ്റെ കോക്പിറ്റിൽ അതിക്രമിച്ച് കയറിയുമൊക്കെ വലിയ തോതിൽ വാർത്തയിൽ ഇടം നേടിയിരുന്നു. അസാധാരണമായ പെരുമാറ്റങ്ങൾ. പൈലറ്റ് നന്നായി വിമാനം പറത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താൻ അങ്ങനെ ചെയ്തതെന്നാണ് അതിനുള്ള പ്രതികരണം. മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് ഷൈൻ സിനിമയിൽ അഭിനയിക്കുന്നതെന്നും ഇക്കാരണത്താലാണ് സംഭാഷണങ്ങൾ വ്യക്തമാകാത്തതെന്നും ഒക്കെ തന്നെ നേരത്തെ ഷൈനെതിരെ ആരോപണം ഉയർന്നിരുന്നു. 10 വർഷത്തോളം സംവിധായകൻ കമലിൻ്റെ സഹസംവിധായകനായി ഷൈൻ ജോലി നോക്കിയിരുന്നു. അതിനുശേഷം ഗദ്ദാമ എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര മേഖലയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.